എന്താ നിന്റെ പ്രശ്നം? സാറേ, ഞാൻ വയറിങ്ങിന്റെ പണിയാണ്. ആഴ്ചയിൽ 5 ദിവസം പണിക്ക് പോകും. 2 ദിവസം ലീവ് എടുത്ത് പെണ്ണ് കാണാൻ പോകും. കാറിൽ പെട്രോൾ അടിച്ചിട്ട് പെണ്ണ് കാണല. 5 വർഷമായി പെണ്ണ് കാണുന്നു. ഇതുവരെ ഒന്നും സെറ്റായിട്ടില്ല. എങ്ങനെയെങ്കിലും ഒരു പെണ്ണിനെ സെറ്റാക്കി തരണം. നിന്റെ കല്യാണം ഞങ്ങൾ നടത്തി അല്ലേ സുനീഷ്? പക്ഷെ ഒരു കണ്ടീഷൻ, ഒരേ ഒരു കണ്ടീഷൻ. കല്യാണ നിശ്ചയത്തിന്റെ അന്ന് വൈകുന്നേരം ഞങ്ങളുടെ കമ്മീഷൻ 1 ലക്ഷം രൂപ സ്പോട്ടിൽ കിട്ടണം. ആടത്ത് പണി വരമ്പത്ത് കൂലി. അതാണ് SG മാട്രിമോണി അല്ലേ സുനീഷ്? അതാണ് എനിക്കിഷ്ടം. സാറേ, ചൊവ്വാദോഷം. ചൊവ്വാദോഷം ഉണ്ടെങ്കിൽ ഞങ്ങൾ ചൊവ്വേ നാളെ. അപ്പോ മോ പോയി കുളിച്ച് ഫ്രഷായി നാളെ പെണ്ണ് കാണാൻ റെഡി ആയിട്ട് പോരെ. നമുക്ക് പെണ്ണ് കാണാം. സാറേ, ഈ സാറൊന്നും സംസാരിക്കില്ലേ? അല്പം ടഫാ. അപ്പോ എല്ലാം പറഞ്ഞ പോലെ. മോക്ക് ചെക്കന് ഇഷ്ടായല്ലോ അല്ലേ മോനോ? ഡബിളൊക്കെ ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടമായ സ്ഥിതിക്ക് നമുക്കിതങ്ങ് നടത്താം അല്ലേ സുനീഷ്? അപ്പൊ അച്ഛന്മാര് വന്നേ കൈ കൊടുത്ത് നമുക്കിതങ്ങ് ഉറപ്പിക്കാം. അനുഗ്രഹിക്കണം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ അച്ഛാ, 2 ദിവസമായി ഓളെ ഞാൻ ഫോൺ വിളിച്ചോണ്ടിരിക്കുന്നു. പരിധിക്ക് പുറത്തുനിന്ന് പറയുന്ന അച്ഛാ, ഓൾ ഫോൺ എടുക്കുന്നില്ല അച്ഛാ. ഹലോ, നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ആരെയും ചോദിച്ചാ പെണ്ണു വേറത്തിന്റെ കൂടെ വിളിച്ചു കൊടുപ്പി. ആ ദുഃഖത്തിൽ നിങ്ങളുടെ രണ്ടുപേരും നാട് വിട്ടു പോയി. അത്രയും അല്ലേ സുനി? ഇവിടെ ഈ പെണ്ണിനെ സെറ്റായി കൊടുക്കുന്നു കേട്ടില്ലല്ലോ. ഒരു 3 താഴത്തെ തട്ടിൽ വെച്ച് കിട്ടോ? ഇന്നലെ മൂപ്പര് 50 ഉറുപ്പിന്റെ മീൻ കൊണ്ടുവന്നു മോളെ. എത്ര ആളിലെ കുറേ അമ്മേ, ഞാൻ പോയിക്കേ. കുറച്ച് ഞാൻ ഫ്രിഡ്ജിലും വെച്ചിട്ട് കറിയും വെച്ചു. എന്ത് നെയ്യുള്ള മത്തിയാന്ന് എന്റെ വിചാരം. ആണോ? 50 രൂപയ്ക്ക് ഇനി ഓല ഞാൻ കാത്തു നിൽക്കണ അല്ല പിന്നെ. മോൻ പണിക്ക് പോവാ? നോക്ക് ഇവ എല്ലാ ദിവസവും പണിക്കോ. അതല്ല എൻ്റെ മോൻ ഒരു പണിക്കും പോവില്ല. എൻ്റെ മോനോ പണിക്കൊന്നുമില്ല. ആ ചെക്കൻ തന്നെ പണിക്ക് വയ്ക്കോട്ടെ. ആന്ന് അല്ല, ഇതിപ്പോ തുടങ്ങുന്നേ ഉള്ളൂ. പൂവല്ല വാടിപ്പോയി. സാരോ, അതൊക്കെ അവിടെ വെച്ചിട്ട് വാ. ഉണങ്ങിയല്ല. ഓ, ഇത് എപ്പോഴുള്ള സൂക്കേടാണല്ലോ പോകുന്ന സമയത്ത്. വരുന്നു.
സരോജിനി ചേച്ചി ഇങ്ങളെ മോൻ നല്ല മോനാട്ടോ. എല്ലാ ദിവസവും പണിക്കൂ. എന്റെ മോനല്ല, ഇങ്ങളെ മോനെ കണ്ട് പഠിക്കണം. മോക്കൊരു കല്യാണാലോചന വന്നേന്. നല്ലൊരു ബന്ധുവായിന്. ചെക്കൻ ഗൾഫിലൊക്കെ ആയിന്. ഈ നാട്ടിൽ എരപ്പന്മാരാരോ അത് മുടക്കി. അതെന്താ? ഏട്ടൻ വെള്ളടിയെന്നും പറഞ്ഞിട്ടാ മുടങ്ങി. അത് പിന്നെ സത്യല്ലേ? അപ്പൊ ഈ ആണ് മുടക്കി. ഞാൻ എന്റെ മോളെ കാര്യവും പറഞ്ഞ് നടക്കുകയാണല്ലോ. ഓ വണ്ടി വണ്ടി നാശം പിടിച്ച ചെക്കൻ. ആ ചെക്കൻ എപ്പോഴും കഞ്ചാവാണ്. അച്ചക്കൻ മാത്രോ? ചലഞ്ചേഴ്സ് ക്ലബിലെ എല്ലാ ചെക്കന്മാരും കഞ്ചാവിനെയാണ്. ശശിയേട്ടാ, നിങ്ങൾ നാളെ ഓളെ കൂടെ ഒന്ന് ലോങ് ജമ്പ് ചാടും പോയിട്ടുണ്ടെ ബാക്കിയുള്ളവർക്ക് സമാധാനാവുന്നു. ഒന്ന് പോടിയുള്ളൂ. എന്റെ മോളെ ഓട്ടത്തിനും ചാട്ടത്തിനും കൊണ്ടാക്കില്ല എന്റെ പണി. നിങ്ങൾക്കെന്നാ പണി? എനിക്ക് നാളെ വായ്ക്ക് ഒത്തുകൊടുക്കാൻ പോയിട്ട്. ഈ മനുഷ്യനെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല. ഓളൊന്ന് ചാടി കിട്ടിയാൽ ഓക്കെങ്കിലും ഒരു പണി കിട്ടൂ. പഠിച്ചിട്ടോ രക്ഷപ്പെടുന്നില്ല. സ്പോർട്സ് കോട്ടയിലെങ്കിലും കിട്ടിയാൽ നമ്മളെ കുടുംബെങ്കിലും രക്ഷപ്പെടൂലേ? എന്റെ മോളാടി ഓളി ചാടിക്കോളൂ. ഇജ്ജ് നോക്കിക്കോ, പേടിക്കണ്ട. ശ്രീകുട്ടേട്ടാ, എനിക്ക് കാല് തീരെ വയ്യേ. എന്നെ ഒന്ന് അമ്പലം വരെ കൊണ്ടാക്കുവോ? കോളേജിൽ പെട്ടെന്ന് പോകണം. ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയ നല്ല കാര്യം. ഗ്രൂപ്പ് ഉണ്ടാക്കിയേ അന്നുള്ള കാര്യം അന്നു തന്നെ ചൂടോടെ കാണിച്ചു. അത് പിന്നെ പറയണോ? ആ മോനെ, ഹലോ, നമ്മളെ രാഘവേട്ടൻ്റെ മോൻ ശ്രീകുട്ടനും മനോജിൻ്റെ മോളും മാധവും കുട്ടനുണ്ട് ബൈക്ക് മേലെ അങ്ങനെ പോന്ന്. അപ്പൊ ആ മക്കളെ കൊണ്ട് നോണ പറഞ്ഞുണ്ടാക്കി ഫോണ്. ഇത് ഞാൻ ഡിലീറ്റ് ആക്കട്ടെ. പിന്നല്ലേ നമ്മളെ രാഘവേട്ടൻ്റെ മോനും മനോജേട്ടൻ്റെ മോളും കൂടി വണ്ടീൻ്റെ മോള് വെറുതെ കെട്ടിപ്പിടിച്ച് ഉമ്മയും കൊടുത്ത് ഒരസ്യം അങ്ങോട്ട് പോണം. മോളെ, നിങ്ങളൊന്നും ഓളെ കണ്ടത് ബൈക്കുമല്ലല്ലോ. ഞാനേ കഴിഞ്ഞ ആഴ്ച കണ്ടതേ കഴവത്ത് തോണിയിലായിരുന്നു. നീ കണ്ടേ തോണിയിലല്ലേ? ഞാൻ കണ്ടതേ ഹൗസ് ബോട്ടിലാ. ഹൗസ് ബോട്ടിലാകുമ്പോ ഫുള്ള് മറവല്ലേ? ഏത് എടി കുട്ടിയോ, ഇനി ഇത് പറഞ്ഞു നടന്നോ? പെണ്ണിന് ഗർഭം ഗർഭം വെച്ച എമ്മാരി ഗർഭം. ഇരട്ടക്കുട്ടികളാ, ഇരട്ടക്കുട്ടികള്.